ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി വടയാണ്. ബസല്ല ചീര ഉപയോഗിച്ചിട്ടാണ് ഈ വട ഉണ്ടാക്കുന്നത്. ബസല്ല ചീര മലബാർ സ്പിനാച്ച് എന്നെല്ലാം അറിയപ്പെടുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണിത്. നല്ല ഹെൽത്തിയാണ്, പിന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ബസല ചീര എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട്, ഇതിൽ കുറച്ച് പൊടിയും മണ്ണൊക്കെ ഉണ്ടാവും, അതെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് എടുത്തു വെച്ചതാണ്. ഇത് നമുക്കിനി ചെറുതായിട്ട് മുറിച്ചിടണം. അങ്ങനെ ഞാനിതെല്ലാം മുറിച്ചിട്ട് ഒരു ബൗളിലിട്ട് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ബസല ചീരയുണ്ട് ഇത്. ഇതിലേക്ക് നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാം. ആദ്യം തന്നെ നമുക്കൊരു സവാള അരിഞ്ഞത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക് ചതച്ചതാണ്. പച്ചമുളക് 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ എരിവനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ കുറച്ച് ജീരകം ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ കുറച്ച് കായം പൊടിച്ചത്, 1/4 ടേബിൾ സ്പൂൺ കായമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കടലപ്പൊടിയാണ് എടുക്കേണ്ടത്. പിന്നെ കുറച്ച് റവ അല്ലെങ്കിൽ അരിപ്പൊടിയും ചേർക്കാം. ഞാനിവിടെ റവയാണ് ചേർക്കുന്നത്. 1/2 കപ്പ് റവ ചേർക്കുന്നുണ്ട്. കുറച്ച് ക്രിസ്പിനെസ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റവയോ അരിപ്പൊടിയോ ഒക്കെ ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം ഒന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം വെള്ളം ചേർക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കടലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങണം. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കാം. കുറച്ച് ഉരുട്ടിയതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സാധാരണ വടയെല്ലാം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള വടയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. വടയെല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ എപ്പോഴും ഒരു ചെറിയ കുഴിയുള്ള പാത്രത്തിൽ എണ്ണ ചൂടാക്കുന്നതാണ് നല്ലത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് വടയിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോരോ വടകൾ ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം. ആ സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി വടയാണിത്. റവയെല്ലാം ചേർത്തതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും ഇത്. 2 സൈഡും നന്നായിട്ട് ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. പാലക്ക് ചീര ഉപയോഗിച്ചിട്ടും ഇതുപോലത്തുള്ള വട ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണിത്. ബാക്കിയുള്ള വടകളെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ചായയുടെ കൂടെ, ചൂടുള്ള ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. ഈ ബസല ചീര അല്ലെങ്കിൽ പാലക് ചീര ഉപയോഗിച്ചിട്ടെല്ലാം ഇങ്ങനെ ഉണ്ടാക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കൂ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്